പലപ്പോഴും നമ്മൾ മറ്റുള്ളവരോട് ചെയ്യുന്ന തമാശകൾ നമ്മളെ തന്നെയാണ് ബാധിക്കുന്നത്. അത്തരത്തിലുള്ള ആളുകളും ഉണ്ടാകുമല്ലോ. എപ്പോഴും തമാശകൾ പറഞ്ഞുകൊണ്ടിരിക്കും. ചിലപ്പോൾ അത് മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കും. പക്ഷെ ചില സമയങ്ങളിൽ നിങ്ങളുടെ തമാശ കാരണം ഈ ലോകത്ത് തന്നെ ഇല്ലാത്ത ഒരു കാര്യം സംഭവിക്കും. ഉദാഹരണത്തിന് പ്രേതാത്മാവ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഈ ഒരു കഥ അതുമായി ബന്ധപ്പെട്ടതാണ്. ഈ കഥ ഒരു ചെറിയ തമാശയായി ആരംഭിച്ചെങ്കിലും അതിൻ്റെ അവസാനം അത്യന്തം ഭയാനകമാണ്. നിങ്ങൾക്കും ഉണ്ടാകാം ഇങ്ങനെ ഒരാൾ, എല്ലാത്തിനും തമാശ കണ്ടെത്തുന്ന ഒരു സുഹൃത്ത്, എല്ലാത്തിലും കുഴപ്പം കണ്ടെത്തുന്ന ഒരാൾ. ഈ കഥയ്ക്ക് മറ്റൊരു വശം കൂടെയുണ്ട്. ഇത് ഇന്ന് വരെ ആരും പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങളുടെ മുന്നിൽ ഒരിക്കൽ ഒരു പ്രേതാത്മാവ് വന്നാൽ അതിനെ നേരിടാൻ ആദ്യം നിങ്ങൾക്ക് അറിയേണ്ടത് അത് യഥാർത്ഥത്തിൽ എന്താണ്, അത് നിങ്ങളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് എന്നാണ്. കാരണം ഈ വീഡിയോയിൽ സംഭവിച്ച കാര്യം അത് ആളുകൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് തന്നെ മനസ്സിലായിരുന്നില്ല. അവരുടെ കയ്യിൽ ഇതെല്ലാം എന്താണെന്ന് തെളിയിക്കാൻ ഒരു ഉറച്ച തെളിവുണ്ടായിരുന്നില്ല. ഇന്നുവരെയും ആർക്കും അറിയില്ല ഇതെന്താണെന്ന്. പക്ഷേ എനിക്ക് മനസ്സിലായി ഇക്കാര്യങ്ങളെല്ലാം എന്താണെന്ന്. അതുകൊണ്ടാണ് ഈ ഒരു സംഭവം നിങ്ങളോട് പറയുന്നത്. ഈ ഒരു കഥ നിങ്ങൾ അവസാനം വരെയും കാണുക. കാരണം എപ്പോഴെങ്കിലും ഇതുപോലൊരു കാര്യം നിങ്ങൾക്കും സംഭവിച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾ ആ പ്രേതാത്മാവിന് ഇരയാകുന്നത് എന്ന്. വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഇത്തരത്തിലുള്ള കൂടുതൽ ഹൊറർ, മിസ്റ്റീരിയസ്, ഹിസ്റ്റോറിക്കൽ വീഡിയോസ് കാണാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഇന്നത്തെ കഥ രാജസ്ഥാനിലെ കോട്ട നഗരത്തിലാണ് നടക്കുന്നത്. ഓരോ വർഷവും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ JEE തയ്യാറെടുപ്പിനായി എത്തുന്ന സ്ഥലമാണ് കോട്ട. അതുപോലൊരു സ്വപ്നവുമായി സോണാക്ഷിയും പ്രിയയും ഇവിടെ പഠിക്കാൻ വരുന്നു. മറ്റുള്ള വിദ്യാർത്ഥികളെ പോലെ തന്നെ അവർ ഹോസ്റ്റലിൽ താമസിക്കാൻ തീരുമാനിച്ചു. അവിടെ താമസിക്കുന്നതിനിടെ അവർക്ക് 2 സുഹൃത്തുക്കളെയും കിട്ടി, സ്വീറ്റിയും സഞ്ജനയും. ആ 4 പേരും ചേർന്ന് JEE പരീക്ഷ വിജയിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ആ പെൺകുട്ടികളിൽ സോണാക്ഷി കുറച്ച് വ്യത്യസ്തയായിരുന്നു. ഒരു കുറുമ്പുള്ള സ്വഭാവം. അവളുടെ അഭിപ്രായത്തിൽ പരീക്ഷകൾ വരും പോകും, പക്ഷെ കുറച്ച് കുസൃതിയും തമാശയും ഒക്കെ ആകാമെന്നാണ്. കാര്യത്തിൽ പ്രിയ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചു. നമ്മൾ ഇത്രയും പണം ചിലവഴിച്ച് കോട്ടയിലെത്തി, അവർ ഇവിടെ പഠിക്കാൻ വന്നതാണ്, നീ എന്താ ഇങ്ങനെയൊക്കെ പ്രാങ്ക് ചെയ്യുന്നത്, എല്ലാവരെയും എന്തിനാണ് നീ ഡിസ്റ്റർബ് ചെയ്യുന്നത്, നീയും പഠനത്തിൽ ശ്രദ്ധിക്കുക എന്ന് പ്രിയ പറഞ്ഞു. പക്ഷേ സോണാക്ഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലേ, ഇതാണ് സമയം, പരീക്ഷകൾ പിന്നെയും ക്ലിയർ ചെയ്യാം, പക്ഷേ ഇവിടെ വന്ന് കുറച്ച് ഓർമ്മകൾ ഉണ്ടാക്കണമല്ലോ. ഇത് പറഞ്ഞതിന് ശേഷം സോണാക്ഷി ഒരു പ്ലാൻ ആലോചിച്ചു. ആ രാത്രി തന്നെ അവൾ തൻ്റെ സുഹൃത്തുക്കളെ പ്രാങ്ക് ചെയ്യാൻ തീരുമാനിച്ചു. ആ പ്രാങ്ക് എന്താണെന്നാൽ, രാത്രി ഒരു 12-ന് ശേഷം സ്വീറ്റിയും സഞ്ജനയും ഉറങ്ങിക്കഴിഞ്ഞാൽ സോണാക്ഷി അവരുടെ മെയിൻ ഡോറിന് അടുത്ത് ചെന്ന് തട്ടുകയും പെട്ടെന്ന് തന്നെ ഓടിപ്പോവുകയും ചെയ്യും. അവൾ അതേ കാര്യം രാത്രി മുഴുവനും ആവർത്തിച്ചു. സ്വീറ്റിയും സഞ്ജനയും ഇത് കാരണം വളരെ പേടിക്കുകയും അസ്വസ്ഥരാവുകയും ചെയ്തു. അടുത്ത ദിവസം രാവിലെ അവർ എഴുന്നേറ്റപ്പോൾ സോണാക്ഷി കണ്ടത് അവരുടെ മുഖം പൂർണ്ണമായും പേടിയാൽ നിറഞ്ഞിരുന്നു. മുഖം വിളറി വെളുത്തിരുന്നു. സത്യത്തിൽ വളരെ ഭയന്ന നില. ഇത് കണ്ടപ്പോൾ സോണാക്ഷിക്ക് കൂടുതൽ ആവേശം തോന്നി. ഇവരെ ഇനിയും ഭയപ്പെടുത്തണം എന്നൊരു തോന്നലുണ്ടായി. അടുത്ത രാത്രി അവൾ മറ്റൊരു പ്രാങ്ക് കൂടെ ചെയ്തു. അവൾ തൻ്റെ ഫോണ് മറ്റൊരു ബ്ലൂടൂത്ത് സ്പീക്കറുമായി കണക്ട് ചെയ്ത് അതിൽ ചില ശബ്ദങ്ങൾ പ്ലേ ചെയ്തു. അത് അവരുടെ മെയിൻ ഡോറിന് സമീപം വച്ചു. ആ രാത്രി മുഴുവനും സ്വീറ്റിയും സഞ്ജനയും കേട്ടത് ആ വാതിലിന് സമീപം ആരോ നടക്കുന്നത് പോലുള്ള ശബ്ദം, ഒരു സ്ത്രീയുടെ ചുവടുകൾ പോലെ. അവർക്കത് കേട്ടപ്പോൾ തന്നെ തോന്നി ഇതൊരു മനുഷ്യനല്ല, ഒരു പ്രേതമാണെന്ന്. അങ്ങനെ സോണാക്ഷിയുടെ ആ പ്ലാനും വിജയിച്ചു. അവൾക്ക് വ്യക്തമായി തോന്നി അവൾ ചെയ്യുന്ന ഓരോ പ്രാങ്കും ആളുകൾ സത്യമാണെന്ന് കരുതി വിശ്വസിക്കുന്നു. അവർ സീരിയസ് ആയി പേടിക്കുന്നു. ഇതൊക്കെ ആയപ്പോൾ അവൾ ഇതൊരു ദിവസേനത്തെ കാര്യമാക്കി മാറ്റി. ഓരോ ദിവസവും 2 മണിക്ക് അവൾ ഇങ്ങനെ പ്രാങ്കുകൾ ചെയ്യാൻ തുടങ്ങി. പക്ഷെ അവൾക്ക് അറിയില്ലായിരുന്നു ഇതൊരു സാധാരണ കളിയല്ല എന്ന്. അവൾ ഇങ്ങനെ പ്രാങ്ക് ചെയ്യുമ്പോൾ, പ്രേതങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആവർത്തിച്ച് ചെയ്യുമ്പോൾ അവൾ അറിയാതെ മറ്റൊന്നിനെ ക്ഷണിക്കുകയാണ്. കാരണം പണ്ട് പറയാറുണ്ടല്ലോ, നിങ്ങൾ തമാശയായാലും സംസാരത്തിനിടെയായാലും ഭൂതപ്രേതങ്ങളെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ അവർ അത് കേട്ട് നിങ്ങളുടെ അടുത്തെത്തും. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പ്രിയയും സോണാക്ഷിയും തങ്ങളുടെ വീടുകളിലേക്ക് പോയി. പിന്നെ കുറച്ച് ദിവസത്തിന് ശേഷം ഹോസ്റ്റലിലേക്ക് വന്നു. ഈ സമയം സോണാക്ഷി ഒരു വിചിത്രമായ കാര്യം ശ്രദ്ധിച്ചു. അവർ താമസിച്ചിരുന്ന ഹോസ്റ്റൽ, അവിടെയുള്ള എല്ലാ മുറികളും സാധാരണ ഒരു താപനിലയിലായിരുന്നു. പ്രിയയുടെ മുറിയും സോണാക്ഷിയുടെ മുറിയും മുൻപ് അങ്ങനെ ആയിരുന്നു. പക്ഷെ അവർ തിരികെ എത്തിയതിന് ശേഷം പ്രിയയുടെ മുറി സാധാരണ നിലയിലായിരുന്നു. എന്നാൽ സോണാക്ഷിയുടെ മുറി വളരെ തണുത്ത മുറിയായി മാറി. അതും വേനൽക്കാലമായിരിക്കുമ്പോൾ ഇത്രയും തണുപ്പ് എങ്ങനെ സാധ്യമാകും? സോണാക്ഷി അത് എങ്ങനെയും അവഗണിക്കാൻ ശ്രമിച്ചു.
പക്ഷെ അവളുടെ മനസ്സിൽ നിന്നും അത് പോയില്ല. ഒടുവിൽ അവൾ ഈ കാര്യങ്ങളെല്ലാം പ്രിയയുടെ അമ്മയോട് പറഞ്ഞു. ഇപ്പൊ പ്രിയയുടെ അമ്മ ഒരു നിർദ്ദേശം നൽകി. നിങ്ങളെല്ലാം ഒരിടത്ത് തന്നെയല്ലേ താമസിക്കുന്നത്, 2 വേറെ ബെഡ്റൂമുകളാണെങ്കിലും എന്താണ് പ്രശ്നം? ഒരുമിച്ച് പഠിക്കുന്നവരല്ലേ നിങ്ങൾ, അപ്പോൾ രാത്രി ഒരുമിച്ചുറങ്ങുന്ന പ്രിയയുടെ അമ്മ പറഞ്ഞു. അതിന് പ്രിയയും സോണാക്ഷിയും സമ്മതിച്ചു. കുറച്ച് ദിവസം അവൾ പ്രിയയുടെ മുറിയിൽ ഒരേ ബെഡിൽ ഉറങ്ങാൻ തുടങ്ങി. അവിടെ സാധാരണ ചൂട് തന്നെയാണ്. പക്ഷെ അത്രയും ദിവസം കഴിഞ്ഞിട്ടും സോണാക്ഷിക്ക് തോന്നിയത് തൻ്റെ മുറി ഇപ്പോഴും ആ തണുപ്പിൽ തന്നെയാണ്. അവൾക്കിടയ്ക്കിടെ തൻ്റെ സാധനങ്ങൾ എടുക്കാൻ അവളുടെ മുറിയിലേക്ക് പോകേണ്ടി വന്നു. പക്ഷെ ഓരോ തവണ പോകുമ്പോഴും വല്ലാത്ത ഭയത്തോടെ പോകും. ഇങ്ങനെ ഭയന്നുകൊണ്ടിരിക്കുന്നതിന് പകരം മുന്നത്തെ പോലെ തന്നെ സ്വന്തം മുറിയിൽ തന്നെ താമസിക്കാം എന്നവൾ തീരുമാനിച്ചു. പ്രിയയ്ക്കും അവളുടെ മുറിയിൽ ഏറെ നാൾ താമസിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, അവളെയും ഏറെ ബുദ്ധിമുട്ടിപ്പിക്കണ്ട എന്ന് സോണാക്ഷി കരുതി. അങ്ങനെ സോണാക്ഷി വീണ്ടും തൻ്റെ മുറിയിലേക്ക് മാറി. പക്ഷേ അവൾ തിരിച്ച് ആ മുറിയിൽ താമസിക്കാൻ തുടങ്ങിയത് മുതൽ അത് തണുപ്പ് മാത്രമല്ലായിരുന്നു, അവിടെ ഒരു അസഹ്യമായ ദുർഗന്ധവും പടരാൻ തുടങ്ങി. വളരെ മോശമായ, അത്രയും അസഹ്യമായ വാസന. ഇതൊക്കെ ആയപ്പോൾ സോണാക്ഷി ഞെട്ടിപ്പോയി. ഇതെവിടെ നിന്നാണ് വരുന്നത്? അവൾ ഉടൻ പ്രിയയെ വിളിച്ചു. പ്രിയയും വന്ന് നോക്കി. അവളും പറഞ്ഞു, ഇവിടെ എന്തോ ഒരു മൃഗം മരിച്ചതുപോലുള്ള വാസനയാണ്, ചീഞ്ഞ മാംസത്തിന്റെ ദുർഗന്ധം. അതിനുശേഷം അവർ ഹോസ്റ്റലിലെ വാർഡനെ വിളിച്ചു. ദയവായി ഈ ബെഡൊന്ന് മാറ്റി നൽകണം, ഇവിടെ വല്ലാത്ത ദുർഗന്ധം വരുന്നു എന്നവർ പറഞ്ഞു. വാർഡൻ അതിശയിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ മാറ്റിത്തരാം, പക്ഷേ നിങ്ങളീ പറയുന്ന ദുർഗന്ധം അതെന്താണ്? എനിക്കൊന്നും തോന്നുന്നില്ലല്ലോ എന്ന്. എല്ലാം സാധാരണമാണല്ലോ. ഇത് കേട്ട് സോണാക്ഷിക്കും പ്രിയയ്ക്കും വളരെ വിചിത്രമായി തോന്നി. കാരണം അവർക്ക് ആ ദുർഗന്ധം വ്യക്തമായി അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ സോണാക്ഷിക്ക് ഒരു കാര്യം ഉറപ്പായി തോന്നി. അവൾക്ക് ചുറ്റും എന്തോ ഒന്ന് ശരിയല്ല, എന്തോ അവ്യക്തമായ ഒന്ന് നടക്കുന്നുണ്ട്. ഹോസ്റ്റലിൽ നടക്കുന്ന ഈ എല്ലാ കാര്യങ്ങളും മറ്റാർക്കും സംഭവിക്കുന്നില്ല, അത് മുഴുവനും സോണാക്ഷിക്കാണ് സംഭവിക്കുന്നത്. എല്ലാ ഭയാനകമായ സംഭവങ്ങളും അവളെ മാത്രം ലക്ഷ്യമിട്ട് നടക്കുന്നത് പോലെ. ഓരോ ദിവസവും സ്ഥിരമായി അവൾക്കിതൊന്നും മറക്കാൻ പോലും കഴിയുന്നില്ലായിരുന്നു. ഒരു ദിവസം രാത്രി ഏകദേശം 2 മണിയോടെ സോണാക്ഷി തൻ്റെ മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് പഠിക്കുകയായിരുന്നു. അപ്പോൾ അവൾക്കൊരു വിചിത്രമായ അനുഭവം തോന്നി. തൻ്റെ പിന്നിൽ ആരോ നിൽക്കുന്നു, ഒരാൾ അവളെ നോക്കി നിൽക്കുന്ന പോലെ. അവൾ ഉടൻ തിരിഞ്ഞു നോക്കി. പക്ഷെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എങ്കിലും ആരോ ഉണ്ട് എന്ന തോന്നൽ അവൾക്ക് വ്യക്തമായിരുന്നു. അന്ന് തന്നെ രാത്രി പഠനം കഴിഞ്ഞ് കിടക്കാൻ പോകുമ്പോൾ അവൾക്ക് തോന്നി ആരോ അവളുടെ ചെവിക്കരികിൽ വന്ന് മന്ദമായി എന്തോ ചൊല്ലുന്നു, ആരോ എന്തോ പറയാൻ ശ്രമിക്കുന്ന പോലെ. അവൾക്ക് മനസ്സിലായില്ല അത് ആരുടെ ശബ്ദമാണെന്ന്. കാരണം അവൾക്ക് ചുറ്റും ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ആ ശബ്ദങ്ങൾ യഥാർത്ഥമാണ്, അവൾക്ക് വ്യക്തമായി കേൾക്കാൻ സാധിക്കുന്നവയാണ്. അങ്ങനെ ഇതെല്ലാം സോണാക്ഷിക്ക് വളരെ വിചിത്രമായി തോന്നാൻ തുടങ്ങി. അവൾ ഭയന്ന് ഓടിക്കൊണ്ട് പ്രിയയുടെ മുറിയിൽ ചെന്ന് കിടന്നുറങ്ങും. അടുത്ത കുറച്ച് ദിവസങ്ങളിലും ഇതേ സംഭവം ആവർത്തിച്ചു. ഓരോ രാത്രിയിലും അവൾ കിടക്കാൻ പോകും. പിന്നെ ആരോ ചെവിക്കരികിൽ എന്തോ ചൊല്ലുന്ന ശബ്ദം. പിന്നെ അവൾ പേടിച്ച് പ്രിയയുടെ മുറിയിലേക്ക് പോകും. ഇത് വീണ്ടും വീണ്ടും സംഭവിച്ചതോടെ സോണാക്ഷി ഒരു തീരുമാനമെടുത്തു. ഇനി എല്ലാ രാത്രിയിലും ഹനുമാൻ ജപം ചൊല്ലണം, അത് തന്നെ സഹായിക്കുമെന്ന് അവൾക്ക് തോന്നി. അങ്ങനെ അവൾ ഓരോ രാത്രിയും ഹനുമാൻ ജപം ചൊല്ലാൻ തുടങ്ങി. എന്നിട്ട് ഉറങ്ങാൻ കിടക്കും. പക്ഷേ ഒരു ദിവസം രാവിലെ അവൾ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ആ പുസ്തകം നിലത്ത് വീണ് കിടക്കുന്നതാണ് കണ്ടത്. അവൾക്കത് വലിയ അതിശയമായി തോന്നി. ഞാൻ ഓരോ തവണയും അത് വായിച്ച ശേഷം പുസ്തകം തലയണയുടെ പിന്നിൽ വെച്ചാണ് ഉറങ്ങുന്നത്, പിന്നെ എങ്ങനെയാണ് ഇത് താഴെ വീണത്? ഇതൊക്കെ എല്ലാം ആയപ്പോൾ അവൾ അവസ്ഥ വളരെ മോശമായി മാറി. അവൾക്ക് പഠിക്കാനും പറ്റുന്നില്ല, ഉറങ്ങാനും പറ്റുന്നില്ല. ഇത് കണ്ടപ്പോൾ പ്രിയയ്ക്ക് വല്ലാത്തൊരു ദയ തോന്നി. അതിനാൽ പ്രിയ ഒരു തീരുമാനം എടുത്തു. സോണാക്ഷി എൻ്റെ മുറിയിൽ ഉറങ്ങട്ടെ, ഞാൻ അവളുടെ മുറിയിൽ പോയി ഉറങ്ങാം. അടുത്ത കുറച്ച് ദിവസങ്ങളെല്ലാം സാധാരണയായി തോന്നി. പക്ഷേ പിന്നീട് സോണാക്ഷി ഒരു മാറ്റം ശ്രദ്ധിച്ചു. പ്രിയയിൽ വലിയൊരു വ്യത്യാസം വന്നു. പ്രിയ മുൻപ് പൂർണ്ണമായും വെജിറ്റേറിയൻ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അവൾ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം ഓർഡർ ചെയ്യാൻ തുടങ്ങി. അത് വളരെ ആകാംക്ഷയോടുകൂടി കഴിക്കാനും തുടങ്ങി. അത് കണ്ടപ്പോൾ സോണാക്ഷിക്ക് അതിശയമായി. അതായത് ഇവൾ ഒരിക്കലും വെജിറ്റേറിയൻ ആയിരുന്നില്ല എന്ന പോലെയാണ് അവളുടെ ആ ഒരു ഭക്ഷണം കഴിക്കുന്ന രീതി. ഇതിലും കൂടുതൽ വിചിത്രമായത് പ്രിയ അപ്രത്യക്ഷിതമായി സോണാക്ഷിയോട് ഉറുദുവിൽ സംസാരിക്കാൻ തുടങ്ങി. സോണാക്ഷിക്ക് വളരെ വ്യക്തമായിരുന്നു പ്രിയയ്ക്ക് ഉറുദുവിൽ ഒരു വാക്ക് പോലും അറിയില്ല. ഇപ്പോൾ സോണാക്ഷിക്ക് ഒരു കാര്യം ഉറപ്പായി, പ്രിയയുടെ ഉള്ളിൽ മറ്റൊരു ആത്മാവ് പ്രവേശിച്ചിരിക്കുകയാണ്. ആ ആത്മാവാണ് പ്രിയയിലൂടെ ഈ എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നത്. നോൺ വെജ് ഭക്ഷണം കഴിക്കുന്നത്, ഉറുദുവിൽ സംസാരിക്കുന്നത്, ഇതെല്ലാം കണ്ടപ്പോൾ സോണാക്ഷിക്ക് സഹിക്കാനാകാതെ പോയി. അവൾ തീരുമാനിച്ചു ഇനി കാത്തിരിക്കാനാകില്ല. അവൾ ഉടൻ തന്നെ ഹോസ്റ്റലിലെ എല്ലാവരോടും പറഞ്ഞു
പ്രിയയുടെ ഉള്ളിൽ മറ്റൊരു ആത്മാവ് പ്രവേശിച്ചിരിക്കുകയാണ്. ഇത് പ്രിയയല്ല, മറ്റാരോ ആണ്. പിന്നീട് അവൾ വാർഡനെയും ഹോസ്റ്റൽ സ്റ്റാഫിനെയും സമീപിച്ച് മുഴുവൻ സംഭവങ്ങളും വിശദമായി പറഞ്ഞു. സാധാരണ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആരും വിശ്വസിക്കാറില്ല. പക്ഷെ അത്ഭുതകരമായി ഹോസ്റ്റൽ സ്റ്റാഫും വാർഡനും ഉടൻ തന്നെ നടപടിയെടുത്തു. അവർ ഒരു ഹിന്ദു പണ്ഡിതനെ വിളിച്ചു. എല്ലാ കർമ്മങ്ങളും രീതിപൂർവ്വം നടത്തി. അതിനുശേഷം ഹോസ്റ്റൽ അന്തരീക്ഷം ശാന്തമായി മാറി. അതിനുശേഷം ഇത്തരം ഭയാനകമായ സംഭവങ്ങൾ, പാരനോർമൽ സംഭവങ്ങൾ ഒന്നും തന്നെ നടന്നില്ല എന്ന് പറയാം. എല്ലാം പതുക്കെ സാധാരണ നിലയിലേക്ക് മടങ്ങി. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ? സോണാക്ഷിയും പ്രിയയും അനുഭവിച്ച ഈ മുഴുവൻ കഥയിൽ ഒരു കാര്യം വ്യക്തമാണ്. ആ ഒരു ഹോസ്റ്റൽ അത് ഹോണ്ടഡ് ആയിരുന്നു. അവിടെ വിചിത്ര സംഭവങ്ങൾ നടന്നിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് എന്ന് എവിടെയും വ്യക്തമായി പറഞ്ഞിട്ടില്ല. ഇന്റർനെറ്റിലെ ആർട്ടിക്കിളുകളിലും ഇതിനെക്കുറിച്ച് വിവരങ്ങളില്ല. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണത് സംഭവിച്ചത്? കോട്ട നഗരം ഓരോ വർഷവും ലക്ഷക്കണക്കിന് കുട്ടികൾ ഒരു സ്വപ്നവുമായി എത്തുന്ന സ്ഥലം. അവരവിടെ എത്തും, പഠിക്കും, പരീക്ഷ എഴുതും, വിജയിക്കും. അവരുടെ ജീവിതം മാറിമറിയുമെന്ന വിശ്വാസത്തിൽ, പ്രതീക്ഷയിൽ. പക്ഷേ അവിടെ എത്തുന്ന എല്ലാ കുട്ടികളുടെയും ജീവിതം അതുപോലെ തന്നെ മുന്നോട്ട് പോകുന്നില്ല. അവിടെ എത്തുന്ന കുട്ടികളിൽ പലരും വളരെ ഉയർന്ന ശതമാനം നേടുന്നവരാണ്. പക്ഷെ അവരിൽ പലരും പരാജയപ്പെടുകയും ചെയ്യുന്നു. പരീക്ഷ പാസ്സാകാൻ കഴിയാതെ പോകുന്നു. ഇതെല്ലാം കണ്ട ശേഷം അവർ ഒരു ഗുരുതരമായ വിഷാദത്തിലേക്ക് മാറുന്നു. നമ്മുടെ ജീവിതത്തിന്റെ ഒരേ ഒരു ലക്ഷ്യം ഇതായിരുന്നു, ഒരേ ഒരു അവസരം, അതും നാം നഷ്ടപ്പെടുത്തി. ഇനി ഈ ലോകത്ത് നമുക്ക് വിലയില്ല, ഇനി ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നിങ്ങനെ അവർ ചിന്തിക്കാൻ തുടങ്ങുന്നു. ഇത്തരം ചിന്തകളാണ് ചിലരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്. അവർ സ്വന്തം ജീവൻ തന്നെ എടുത്തു കളയുന്നു. ഈ വിദ്യാർത്ഥികൾ സാധാരണ ഹോട്ടലുകളിലല്ല താമസിക്കുന്നത്. ഹോസ്റ്റലുകളിലും കോച്ചിങ് സെന്ററിന് സമീപത്തുമൊക്കെയാണ് താമസിക്കുന്നത്. പലപ്പോഴും അവർ ആത്മഹത്യ ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളും അതേ ഹോസ്റ്റൽ മുറികളോ ക്ലാസ് മുറികളോ ആയിരിക്കും. അതിനാലാണ് അത്തരം സ്ഥലങ്ങളിൽ അവരുടെ ആത്മാക്കൾ അലഞ്ഞു തിരിയുന്നതായി ആളുകൾ വിശ്വസിക്കുന്നത്. അസാധാരണമായൊരു മരണം സംഭവിച്ചാൽ അത്തരത്തിലുള്ള ആത്മാക്കൾ അവിടെ തന്നെ തങ്ങിപ്പോകുമെന്നാണ് പറയപ്പെടുന്നത്. ഇത്തരത്തിലുള്ള പ്രേതാത്മാക്കൾക്ക് ഒരേ ഒരു ലക്ഷ്യമാണെന്നാണ് പറയുന്നത്. ഞങ്ങൾ ജീവിതത്തിൽ വിജയിച്ചില്ലെങ്കിൽ ഇവിടെ വരുന്ന മറ്റുള്ളവരും വിജയിക്കരുത്. ഈ കഥയിൽ നിങ്ങൾ കണ്ടതും ഒരു പക്ഷേ ഇത് തന്നെയായിരിക്കാം. സോണാക്ഷിയുടെ ജീവിതത്തിൽ എത്രയോ തടസ്സങ്ങൾ ഉണ്ടായി. അവിടെയുള്ള ആത്മാക്കൾ അവളെ തടയാൻ ശ്രമിച്ചു, അവളെ വഴിമുട്ടിക്കാൻ ശ്രമിച്ചു. എന്നാൽ എങ്ങനെയോ സോണാക്ഷി രക്ഷപ്പെട്ടു. പക്ഷേ പ്രിയ ആ പ്രേതാത്മാക്കളുടെ ഇരയായി മാറി. ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുൻപ് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ആദ്യം ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ തമാശകൾ ഒരു പക്ഷെ നമ്മെ തന്നെ ബാധിച്ചേക്കാം. നിങ്ങൾ ഒരിക്കൽ പോലും ഭൂതങ്ങളെ പരിഹസിക്കുകയോ അവരെക്കുറിച്ച് തമാശ പറയുകയോ ചെയ്താൽ ഒരു പക്ഷേ ആ നിമിഷം തന്നെ അവർ നിങ്ങളുടെ പിന്നിൽ നിൽക്കുന്നുണ്ടാകാം, നിങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കാൻ നിങ്ങളെയും കാത്തുകൊണ്ട്. അതുകൊണ്ട് എല്ലായ്പ്പോഴും ഒരു നോട്ടം നിങ്ങളുടെ പിന്നിൽ വയ്ക്കുക. കാരണം നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒരു പ്രേതാത്മാവ് നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടാകും. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക. ഇങ്ങനെയുള്ള ഭയപ്പെടുന്ന ഹൊറർ സ്റ്റോറീസ് നിങ്ങൾക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും